കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു. കളഭാലങ്കാരം എന്ന് പറയാനല്ല, കളഭാഭിഷേകം കഴിഞ്ഞു. അങ്ങനെയാണ്. ഇന്നിപ്പോൾ കളഭാഭിഷേകമാണ്. മണ്ഡലം 41 ഗുരുവായൂരപ്പൻ്റെ തനുവും മനുവും ഒക്കെ തണുപ്പിക്കുന്ന ഒരു കളഭാഭിഷേകം. കളഭാഭിഷിക്തനായ ഗുരുവായൂരപ്പനാണ് ഇന്നത്തെ കാഴ്ച. അത് ഏകദേശം 12 അടി പൂജ കഴിഞ്ഞ് കുറച്ചും കൂടിയും കഴിഞ്ഞാൽ അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ബാക്കി എല്ലാം അപ്പോൾ എങ്ങനെയായാലും നമുക്ക് കാണാനായിട്ട് പോവാം. നമ്മൾ സാധാരണ പോകുന്ന പോലെ തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ പോയി പ്രദക്ഷിണം ചെയ്ത് ഗരുഡനെയും കുചേലിനെയൊക്കെ കണ്ട് അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴുത് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ നല്ല വിപുലമായ കാഴ്ചകളാണ് കാണുക. അലങ്കരിക്കപ്പെട്ടതൊക്കെ ഇങ്ങനെ കാണാം. അങ്ങനെ വന്ന് ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവീനെയും വലിയ ബലിക്കല്ലൊക്കെ കണ്ട് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ തന്നെ ഇന്നാകെ സുഗന്ധപൂരിതമാണ്. ചന്ദനത്തിൻ്റെ ചന്ദനം എന്ന് പറഞ്ഞാൽ കളഭത്തിൻ്റെ എന്താ പറയുക, കുങ്കുമപ്പൂവിൻ്റെ വാസനകളുടെ എല്ലാം ആകെ എന്താ പറയുക സുഗന്ധപൂരിതമായ അന്തരീക്ഷമാണ്. അങ്ങനെ കയറിയിട്ട് ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ കണ്ട് തൊഴുത് പീഠം കാണാം. അതേപോലെ കിടാവിളക്കും കാണാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണും ഒക്കെ നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആകെ കളഭാഭിഷിക്തനായ ഉണ്ണിക്കണ്ണൻ, അതായത് നമ്മുടെ ഗുരുവായൂരപ്പൻ, ചതുർബാഹുവായ വിഗ്രഹം മുഴുവനും കളഭം കൊണ്ട് ഇങ്ങനെ ആറാടിയിട്ട് എന്തൊരു മനോഹാരിത എന്നറിയോ. ആകെ കളഭം എങ്ങനെ വിഗ്രഹം എന്താണെന്നൊക്കെ കാണാൻ പറ്റുന്ന അവസരമാണ്. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു, പാലഭിഷേകത്തിൻ്റെ സമയത്താണ് മഹാവിഷ്ണുവിൻ്റെ, അതായത് ചതുർബാഹുവായ എന്താ പറയുക, മഹാപ്രഭുവിൻ്റെ രൂപം ദർശിക്കാനൊക്കെ പറ്റുന്ന ഏക അവസരങ്ങളാണ് പാലഭിഷേക സമയത്ത് എന്ന് പറഞ്ഞാൽ വെള്ള അഞ്ജനക്കല്ലിലിങ്ങനെ വെള്ള പാലിങ്ങനെ തൂവുമ്പോൾ വരുന്ന രൂപം ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇന്ന് ചതുർബാഹുവായ വിഗ്രഹം മുഴുവനായിട്ടും കളഭം കൊണ്ടിങ്ങനെ അലങ്കരിച്ച് കളഭാഭിഷിക്തനായിട്ടിങ്ങനെ ഇരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ, അതായത് നമ്മുടെ ഗുരുവായൂരപ്പൻ. ഒരു കാഴ്ച അതിമനോഹരമാണ്. അത് കാണുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ മുജ്ജമ്മ പുണ്യം. അതായത് ഇന്ന് മുതൽ നാളെ പുലർക്കാലത്ത് നമ്മൾ 3 മണിക്ക് നിർമ്മാല്യത്തിന് കാണുന്ന ഒരു കാഴ്ച കൂടി ഇതാണ്. അത് ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രം. ഇന്നേ ദിവസം ഇപ്പോൾ എന്താ വെച്ചാൽ കോഴിക്കോട് സാമൂതിരിപ്പാടിൻ്റെ ആണ് ഇന്നത്തെ കളഭാഭിഷേകം. ചടങ്ങുകളുടെ അത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കീഴ്വഴക്കാണ്. അപ്പോൾ എങ്ങനെയായാലും നല്ല മനോഹരമായ കാഴ്ചയാണ്. അതിനിപ്പോൾ എന്താ വ്യത്യാസം, അതിൻ്റെ മുകളിൽ ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു നല്ല ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അത് തെച്ചിയും തുളസി അടങ്ങിയ ഒരു ഉണ്ടമാല ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ബാക്കിയെല്ലാം ഗുരുവായൂരപ്പൻ്റെ എല്ലാ ഭാഗവും നമുക്ക് കാണാൻ പറ്റുന്ന, ആകെ കളഭത്തിൽ കുളിച്ചിങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അവസ്ഥ. ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിനെ അത്രയ്ക്കും സന്തോഷമാക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ എത്താൻ പറ്റുന്നവരെല്ലാവരും എത്തിക്കാണട്ടെ. കാരണം ഇന്ന് മുഴുവനും സമയമുണ്ട്, നാളെ രാവിലെ വരെയുണ്ട്. അഥവാ എത്താൻ പറ്റാത്തവർ എൻ്റെ വാക്കുകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും അകക്കണ്ണിൽ ഗുരുവായൂരപ്പൻ്റെ രൂപത്തെ എങ്ങനെ കാണൂ. കളഭാഭിഷേക പ്രിയനായ ഗുരുവായൂരപ്പൻ്റെ മഹാപ്രഭുവിൻ്റെ രൂപത്തെ മനസ്സ് കണ്ട് വന്നിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഒരു നേരമെങ്കിലും കാണാൻ കഴിയണേ എന്നുള്ള ഒരു ചിന്തയോടെ നമുക്ക് ഈ പ്രാവശ്യം കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും കാണാൻ സാധിക്കണേ എന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ അതിനുള്ള ഒരു തീരുമാനം അദ്ദേഹം ഉണ്ടാക്കി തരും തന്നെയാണ് അവിടുത്തെ കാരുണ്യം. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണത് കേട്ടോ. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപത്തെ കണ്ടോളൂ. എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ അവിടുന്ന് തൊഴുതിറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും തിടപ്പള്ളിയും
അതേപോലെ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് എത്താം. ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് ചെറിയ ഗണേശനെ തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് നോക്കിയാൽ നമ്മളെ നരസിംഹമൂർത്തിയെ കണ്ടു തൊഴാം. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനൊക്കെ കണ്ടു തൊഴുത് ശ്രീകൃഷ്ണനും മുരുകനെയൊക്കെ കണ്ടു തൊഴുത് നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുത് രാധാകൃഷ്ണനെയും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. കൊടിമരം നോക്കി തൊഴാം. അതേപോലെ താമരക്കണ്ണനെ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമേനി നാരദരെയും മേൽപ്പത്തൂരിനി വാസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിന് അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങി എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ പിള്ളേർ താലപ്പൊലി ജനുവരി 5-നാണ്. അപ്പോൾ അന്നും ഉത്സവം. അങ്ങനെ നമ്മളെ അമ്മയെ കണ്ട് തൊഴുക, പ്രാർത്ഥിക്കുക. സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് വരിക. അങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമ്മുടെ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാം, നമസ്കരിക്കാം. അത് കഴിഞ്ഞ് കൂത്തമ്പലത്തിലും അതേപോലെ അയ്യപ്പസ്വാമിയുടെ അടുത്തും വന്ന് അയ്യപ്പസ്വാമിയും പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കൊണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ കാളയമർദ്ദന രൂപിയെ കാണാൻ നടുക്ക്. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുത് പൂന്താനം തിരുമേനി പൂശ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്ന് അതൊന്ന് കണ്ട് തൊഴുത് ഭഗവതീനെയും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒന്നുകൂടി ആ കളഭാഭിഷേകത്തിൽ ആറാടി നിൽക്കുന്ന പൊന്നുണ്ണിയെ കണ്ട് തൊഴുത് നമ്മൾ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.